ശബരിമല സ്വർണ്ണക്കൊള്ള കേസിൽ ദേവസ്വം ബോർഡിന് ഹൈക്കോടതിയുടെ രൂക്ഷ വിമർശനം. എല്ലാം ഉണ്ണികൃഷ്ണൻ പോറ്റി ഏൽപ്പിച്ച ദേവസ്വം ബോർഡിന് പിന്നെ എന്താണ് പണിയെന്ന് ഹൈക്കോടതി ചോദിച്ചു. സ്വർണ്ണക്കൊള്ളയിൽ ഉണ്ണികൃഷ്ണൻ പോറ്റിക്കും പങ്കജ് ഭണ്ഡാരിക്കും ഗോവർദ്ധനും പ്രധാന പങ്കുണ്ടെന്ന് SIT കോടതിയെ ധരിപ്പിച്ചു. ശബരിമല സ്വർണ്ണക്കൊള്ള കേസിലെ പ്രതികളുടെ ജാമ്യ ഹർജികൾ പരിഗണിക്കുന്നതിനിടയിൽ കടുത്ത ചില വിമർശനങ്ങളും സർക്കാരിന് ഒരു പ്രധാനപ്പെട്ട ശുപാർശയുമാണ് ഹൈക്കോടതിയിൽ നിന്ന് വന്നിരിക്കുന്നത്. വിമർശനങ്ങളിലേക്ക് വന്നാൽ ഏറ്റവും പ്രധാനപ്പെട്ടത് KP ശങ്കരദാസിനെതിരായിട്ടുള്ള കോടതിയുടെ രൂക്ഷ വിമർശനമാണ്. കേസിൽ പ്രതി ചേർത്ത ശേഷം 2019 ദേവസ്വം ബോർഡ് അംഗമായ KP ശങ്കരദാസ് ആശുപത്രിയിൽ പ്രവേശിക്കപ്പെട്ടിരിക്കുകയാണ് എന്നാണ് കോടതി പറയുന്നത്. ശങ്കരദാസിൻ്റെ മകൻ ഒരു മുതിർന്ന പോലീസ് ഉദ്യോഗസ്ഥനാണ്. അതുകൊണ്ടാണോ ആശുപത്രിയിൽ പോയി കിടക്കുന്നത് എന്നതാണ് ഹൈക്കോടതിയുടെ ചോദ്യം. ഈ സംസ്ഥാനത്ത് എന്തൊക്കെ അസംബന്ധങ്ങളാണ് നടക്കുന്നത്, ഇതിനോടൊന്നും ഒട്ടും യോജിക്കാൻ കഴിയില്ല എന്നാണ് ജാമ്യ ഹർജികൾ പരിഗണിച്ചുകൊണ്ട് ജസ്റ്റിസ് A ബദറുദ്ദീൻ വ്യക്തമാക്കിയിരിക്കുന്നത്. മറ്റൊരു പ്രധാനപ്പെട്ട വിമർശനം വന്നത് A പത്മകുമാറിന് നേരെയാണ്. പത്മകുമാറിൻ്റെ ജാമ്യ ഹർജി പരിഗണിച്ചപ്പോൾ പത്മകുമാർ മുന്നോട്ട് വെച്ചത് താൻ 52 ദിവസമായി ജയിലിൽ കഴിയുകയാണ്, ഇനിയെങ്കിലും കോടതിയുടെ ഭാഗത്ത് നിന്ന് ഒരു കരുണയുണ്ടാകണമെന്നതാണ്. പിത്തള എന്ന് എഴുതിക്കൊണ്ടുവന്ന ഒരു ഉത്തരവിൽ അത് വെട്ടി ചെമ്പാക്കി മാറ്റി എന്നതാണ് ഒരു വലിയ അപരാധമായി തനിക്ക് മേൽ ചാർത്തപ്പെട്ടിരിക്കുന്നത് എന്നതാണ് പത്മകുമാർ കോടതിയുടെ മുന്നിൽ അവതരിപ്പിച്ചത്. പക്ഷേ അതിനെ കോടതി തിരുത്തുകയാണ് ചെയ്തത്. അത് ചെറിയ അപരാധമല്ല, അതൊരു വലിയ അപരാധം തന്നെയാണ്. വലിയ ബുദ്ധിയുള്ള ആൾക്കാർ കേസിൽ നിന്ന് രക്ഷപ്പെടാൻ ചെയ്യുന്നത് പോലുള്ള ഒരു എഴുത്താണ് നടന്നത് എന്നുകൂടി പത്മകുമാറിനെ കോടതി ഓർമ്മപ്പെടുത്തുകയും ചെയ്തിട്ടുണ്ട്. അതോടൊപ്പം തന്നെ ദേവസ്വം ബോർഡിൻ്റെ നേരെയും കോടതി ഇന്ന് തിരിഞ്ഞു. ദേവസ്വം ബോർഡ് എല്ലാം ഉണ്ണികൃഷ്ണൻ പോറ്റിയെ ഏൽപ്പിക്കാനാണ് എങ്കിൽ പിന്നെ ദേവസ്വം ബോർഡിൻ്റെ പണി എന്താ എന്ന ചോദ്യമാണ് കോടതിയുടെ ഭാഗത്ത് നിന്ന് വന്നത്. അതോടൊപ്പം തന്നെ സർക്കാരിനുള്ള ഒരു പ്രധാനപ്പെട്ട ശുപാർശ എന്നത് സംസ്ഥാനത്തെ ക്ഷേത്ര സ്വത്തുക്കൾ കൊള്ളയടിക്കുന്നത് തടയുന്നതിന് വേണ്ടി ഒരു പ്രത്യേക നിയമനിർമ്മാണം നടത്തണം എന്നാണ് ഹൈക്കോടതി സർക്കാരിനോട് ആവശ്യപ്പെട്ടിരിക്കുന്നത്. ഈ ദേവസ്വം മാനുവൽ കൊണ്ട് പ്രത്യേകിച്ച് കാര്യമൊന്നുമില്ല. മാനുവൽ അത് ലംഘിച്ചാൽ ശിക്ഷണ നടപടികൾ എന്ന് പറയുന്നത് വകുപ്പ് തല നടപടികളിൽ ഒതുങ്ങിയാണ്. ക്രിമിനൽ കുറ്റമായി ഈ മാനുവലിൻ്റെ ലംഘനം മാറില്ല. അപ്പോൾ സംസ്ഥാനത്ത് ശബരിമലയിലെ സ്വർണ്ണക്കൊള്ള മാത്രമല്ല, പല ക്ഷേത്രങ്ങളുടെയും സ്വത്തുവകൾ അന്യാധീനപ്പെട്ടു പോകുന്നു, കൊള്ളയടിക്കപ്പെടുന്നു. അപ്പോൾ ക്ഷേത്ര സ്വത്തുക്കളുടെ സംരക്ഷണത്തിന് വേണ്ടി വിശ്വാസികൾക്ക് വേണ്ടി കൃത്യമായി ഒരു നിയമനിർമ്മാണം വരണം. ആ നിയമനിർമ്മാണത്തിൽ ശക്തമായ ശിക്ഷകൾ കൂടി ഉറപ്പുവരുത്തണമെന്നുകൂടി ആവശ്യം കോടതിയുടെ ഭാഗത്ത് നിന്ന് വന്നിരിക്കുന്നു. കൊച്ചിയിൽ നിന്നും ബിനിൽ, മാതൃഭൂമി ന്യൂസ്.